ആബിദ് അടിവാരം എന്ന പന്ന വർഗീയവാദിയോടാണ് നീ നിന്റെ പിറവിയുടെ കാര്യത്തിൽ സ്വന്തം മാതാവിനെ സംശയിക്കുന്നില്ല എങ്കിൽ ഇതിന് മറുപടി പറയണം. അക്കാര്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം. UDF-ന് വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വേണ്ടി ഇടതുപക്ഷത്തിനെതിരെ വർഗീയത പ്രചരിപ്പിക്കുന്നതിൽ എക്സ്ട്രാ ടൈം ജോലി ചെയ്യുന്ന മീഡിയ 1 ചാനലിലെ ദാവൂദിന് പഠിക്കുന്ന ആളാണ് ആബിദ് അടിവാരം. വെല്ലുവിളിച്ച് മുസ്ലിം ലീഗ് 5 മന്ത്രിമാർ വേണം, വിദ്യാഭ്യാസം വിട്ടുകൊടുക്കില്ല എന്ന ദേശാഭിമാനിയുടെ ഈ പോസ്റ്റാണ് ഇവനെ ചൊടിപ്പിച്ചത്. ഈ പോസ്റ്റ് പങ്കുവച്ച് ഇവൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ: ജന്മഭൂമിയല്ല, ദേശാഭിമാനിയാണ്. രണ്ടിനും ഒരേ ഭാഷ, ഒരേ രാഷ്ട്രീയം. 22 MLA-മാരുള്ള കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ 5 മന്ത്രിമാരുണ്ടായിരുന്ന ലീഗ് പുതിയ മന്ത്രിസഭയിൽ 5 മന്ത്രിമാരെ കിട്ടാൻ ആരൊക്കെയോ വെല്ലുവിളിക്കേണ്ടതുണ്ട് എന്ന് ജന്മഭൂമിക്ക് തോന്നുന്നത് പോലെ ദേശാഭിമാനിക്കും തോന്നുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് വിട്ടുകൊടുക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. രവീന്ദ്രനും ശിവൻകുട്ടിയും കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ വകുപ്പ് ബഷീറോ ഷാജിയോ കൈകാര്യം ചെയ്യുന്നതിൽ ജന്മഭൂമിക്കുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. മതേതര പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിക്ക് അതെങ്ങനെയാണ് പ്രശ്നമാകുന്നത്? കേരളത്തിൽ 3 BJP MLA-മാരെ സൃഷ്ടിക്കാനുള്ള വർഗീയ വിളനിലം ഒരുക്കിയതിൽ BJP-യേക്കാൾ പങ്കുവഹിച്ചത് CPM ആണ്. മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കും. വരുന്ന 5 വർഷം ലീഗിനെ മുന്നിൽ നിർത്തി CPM നടത്തുന്ന വർഗീയ അക്രമങ്ങളുടെ ഫലം കൊയ്യാൻ പോകുന്നത് BJP ആണ്. കാത്തിരുന്ന് കാണുക. ആബിദ് അടിവാരം. 11.4% BJP വോട്ട് കുറഞ്ഞിട്ടും 1 സീറ്റ് പോലും ഇല്ലാത്ത BJP-ക്ക് 3 സീറ്റ് കിട്ടാൻ കാരണം CPM ആണെന്നാണ് ഈ മഹാന്റെ കണ്ടെത്തൽ. EMS-നെ തോൽപ്പിക്കാൻ പട്ടാമ്പിയിലും AKG-യെ തോൽപ്പിക്കാൻ പാലക്കാട്ടും കോൺഗ്രസും ലീഗും ജനസംഘവും സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കളിച്ച കളിയൊന്നും ഇവൻ അറിഞ്ഞിട്ടില്ല. വടകരയും ബേപ്പൂരും BJP-യും കോൺഗ്രസും ലീഗും ചേർന്ന് സംയുക്ത സ്ഥാനാർത്ഥികളായി RSS-കാരായ രത്നസിംഗിനെയും മാധവൻകുട്ടിയെയും മത്സരിപ്പിച്ചതും അവർക്ക് വേണ്ടി സാക്ഷാൽ പാണക്കാട്ട് തങ്ങൾ നേരിട്ടിറങ്ങി വോട്ട് ചോദിച്ചതും ഈ വേട്ടാവളിയൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ലീഗ് 5ാം മന്ത്രിസ്ഥാനവും വിദ്യാഭ്യാസ വകുപ്പും ചോദിക്കുന്ന കാര്യം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ സഖാക്കളും ദേശാഭിമാനിയും RSS-നും ജന്മഭൂമിക്കും പഠിക്കുകയാണെന്നാണ് മൂപ്പരുടെ കണ്ടെത്തൽ. എന്നാൽ നിന്നെപ്പോലുള്ളവർക്ക് മതേതര സർട്ടിഫിക്കറ്റ് നൽകാൻ പടപൊരുതിയ സതീഷിനും K മുരളീധരനും അടക്കമുള്ള നേതാക്കൾ മുമ്പ് ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാന വിഷയത്തിൽ ആക്രാന്തമാണെന്നും സോഷ്യൽ ബാലൻസ് തകർന്നുവെന്നും പറഞ്ഞ് ലീഗിന്റെ നെഞ്ചത്തേക്ക് ഏണി വെച്ചപ്പോൾ നിന്റെയൊക്കെ വായിൽ എന്തായിരുന്നു? ചക്കപ്പുഴുക്കായിരുന്നോ? ഇന്ന് BJP-യിലെ പകുതിയിലധികം നേതാക്കൾ കോൺഗ്രസിന്റെ സംഭാവനയാണ്. പഴയ 13 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇന്ന് BJP-യിലാണ്. കേരളത്തിലെ 3 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇന്ന് BJP-യിലാണ്. ഇന്നും ആസാമിൽ നിന്ന് കോൺഗ്രസ് കൂട്ടത്തോടെ BJP-യിലേക്ക് പോകുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും കാണാത്ത ആബിദിന്റെ സോക്കേട് വേറെയാണ്. ലീഗിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അവർക്ക് 5ാം മന്ത്രിസ്ഥാനം കിട്ടുന്നതിനോ വിദ്യാഭ്യാസ വകുപ്പ് കിട്ടുന്നതിനോ ഞങ്ങളെതിരല്ല. പക്ഷേ അവരുടെ ഉദ്ദേശം വേറെയാണെന്ന് ലീഗിന്റെ നേതാവ് KM ഷാജി തന്നെ പച്ചക്ക് വിളിച്ചു പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ദുബായ് KMCC പരിപാടിയിൽ പങ്കെടുത്ത ഷാജി ഭരണം പിടിക്കേണ്ടത് സമുദായത്തിന് വേണ്ടിയാണെന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞത്. ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അവർക്കത് കിട്ടണം. എന്നാൽ അത് മാത്രമല്ല ഷാജി എന്ന് പറഞ്ഞത്. അതിലേക്ക് ഞാൻ വരാം. എന്നാൽ ആദ്യം ഈ കാര്യം ഒന്ന് പരിശോധിക്കാം. ഈ KM ഷാജി അടക്കം ജയിച്ച് മുഴുവൻ MLA-യും അര MLA-യും ആയ ആളല്ലേ? ലീഗിന്റെ നേതാക്കളിൽ പലരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരുമായവരല്ലേ? അവർ തൊട്ട് ഇങ്ങേ അറ്റത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ വരെ അധികാരമേൽക്കുമ്പോൾ ലീഗുകാർ അള്ളാഹുവിൻ്റെ നാമത്തിൽ ചൊല്ലുന്ന ഒരു സത്യപ്രതിജ്ഞയുണ്ട്. അതിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യവുമുണ്ട്. ജാതി മത വിവേചനങ്ങൾ ഏതുമില്ലാതെ, എങ്ങനെ ജാതി മത വിവേചനങ്ങൾ ഏതുമില്ലാതെ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചു കൊള്ളാമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ആ സത്യം 4ആയി മടക്കി പോക്കറ്റിലിട്ട് സ്വന്തം സമുദായത്തിന് വേണ്ടി ഭരിക്കണമെന്ന് പറയുന്ന KM ഷാജിയിലോ അത് കേട്ട് കൈയടിക്കുന്ന ലീഗിലോ മതേതരം ചെയ്യാൻ തൽക്കാലം ഞങ്ങൾക്ക് സൗകര്യമില്ല. അവിടെ അള്ളാഹുവിൻ്റെ പേരിൽ
ചെയ്യുന്ന സത്യത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന ഷാജി തന്നെയാണ് കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് നെഞ്ചത്തടിച്ച് മതമാണ് പ്രശ്നമെന്ന് തൊണ്ട കീറി പറഞ്ഞത്. ആ ഷാജിയുടെ കാപഢ്യം മനസ്സിലാക്കാൻ പാഴൂര് പടിപ്പുര വരെ പോകേണ്ടതില്ല, ലീഗ് ആവാതിരുന്നാൽ മാത്രം മതി. എന്നാൽ ഷാജി പറഞ്ഞ സമുദായത്തിൽ താനുമുണ്ടെന്നും ഭരണം കിട്ടിയാൽ തനിക്കും കൂടിയാണ് ലീഗ് ഭരിക്കുക എന്നും കേട്ട് കോൾമയർ കൊണ്ട് ഷാജിയുടെ വാക്കിന് കൈയടിച്ച മൊയന്തുകളോട് പറയാനുള്ളത് ഷാജി പറഞ്ഞ ഈ ഡയലോഗ് കൂടി നിങ്ങൾ കേൾക്കണമെന്നാണ്. എത്ര എയ്ഡഡ് സ്കൂളുകളിൽ, എത്ര അൺഎയ്ഡഡ് സ്കൂളുകളിൽ, എത്ര ബാച്ചുകൾ, എത്ര കോഴ്സുകൾ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കീഴിൽ കിട്ടി? എത്ര അൺഎയ്ഡഡ് സ്കൂളുകൾ, എത്ര മാനേജ്മെന്റ് സ്കൂളുകൾ, എത്ര കോഴ്സുകൾ, എത്ര ബാച്ചുകൾ മുസ്ലിം സമുദായത്തിന് കിട്ടി? ആഹാ, ഷാജി പറഞ്ഞതിൻ്റെ അർത്ഥം ആബിദിനും പച്ചപ്പടക്കും പിടികിട്ടിയോ? ഇടതുപക്ഷം ഭരിച്ചിരുന്ന കഴിഞ്ഞ 10 വർഷമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സർക്കാർ സ്കൂളുകൾ കോടികൾ മുടക്കി നവീകരിച്ചപ്പോൾ പണം കൊടുത്ത് പഠിക്കുന്ന അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കാൻ കുട്ടികൾ വരാതെയായി. പല അൺഎയ്ഡഡ് സ്കൂളുകളും പൂട്ടേണ്ടി വന്നു. അതേസമയം മാനേജ്മെൻറ്റ് സ്കൂളുകൾ കുട്ടികൾ കുറഞ്ഞു, അവയും പലതും പൂട്ടേണ്ടി വന്നു. നമുക്കറിയാമല്ലോ, മാനേജ്മെൻറ്റ് സ്കൂളുകൾ അഥവാ എയ്ഡഡ് സ്കൂളുകൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണെങ്കിലും അവരെ നിയമിക്കുന്നത് അതത് സ്കൂളുകളുടെ മുതലാളിമാരാണ്, മാനേജ്മെൻറ്റാണ്. സർക്കാർ സ്കൂളുകൾ PSC വഴിയാണ് നിയമനമെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ മാനേജർക്ക് ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കാം. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പണം ആര് കൊടുക്കുന്നുവോ അവരോടാണ് പൊതുവിൽ മാനേജർമാർക്ക് ഇഷ്ടം കൂടുക. നാട്ടു നടപ്പനുസരിച്ച് ഇപ്പോൾ ഒരു ഹൈസ്കൂൾ അധ്യാപകർ നിയമനത്തിന് വാങ്ങിക്കുന്നത് 55 ലക്ഷം രൂപ മുതൽ 65 ലക്ഷം വരെയാണ്. അപ്പോൾ ഷാജിയുടെ ബേജാറ് സമുദായത്തിലെ പാവം ജനങ്ങളെ ഓർത്തല്ല, അല്ലെങ്കിൽ കാലാകാലം കോണിക്ക് കുത്തുന്ന പാവം മുസൽമാനെ ഓർത്തല്ല, വിദ്യാഭ്യാസം കച്ചവടമാക്കിയ അൺഎയ്ഡഡ് സ്കൂളുകളെ ഓർത്തും മാനേജ്മെൻറ്റ് സ്കൂളുകളെ ഓർത്തുമാണ്. അവരുടെ വരുമാനം മുട്ടിയതിലുള്ള ബേജാറാണ് ഷാജി ഈ പ്രസംഗത്തിൽ പങ്കുവച്ചത്. എന്ന് വച്ചാൽ ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കിട്ടിയാൽ സർക്കാർ സ്കൂളുകളോടുള്ള സമീപനം എന്തായിരിക്കുമെന്ന് നമുക്ക് നേരത്തെ അനുഭവമുണ്ട്. 10 വർഷമായി ഇടത് സർക്കാർ നടപ്പിലാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെ അവർ തകിടം മറിക്കും. പകരം വിദ്യാഭ്യാസം കച്ചവടം ലക്ഷ്യം വെക്കുന്ന സമുദായത്തിലെ മുതലാളിമാരുടെ കീശ നിറക്കാൻ പാകത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ മാറ്റുമെന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞത് ലീഗ് നേതാവ് ഷാജിയാണ്. അതല്ല ഷാജി ഈ പ്രസംഗത്തിൽ ഉദ്ദേശിച്ചതെങ്കിൽ ആ പ്രസംഗം വെച്ച് തന്നെ അതൊന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ആബിദ് അടിവാരത്തെ വെല്ലുവിളിക്കുന്നു. കാണട്ടെ നിന്റെ മിടുക്ക്. എന്നാൽ 102 സീറ്റിൻ്റെ ഹുങ്കിൽ അധികാരത്തിൻ്റെ മറവിൽ വീണ്ടും പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാനാണ് ഷാജിയും ഷാജിയുടെ പാർട്ടിയും മുന്നണിയും ശ്രമിക്കുന്നതെങ്കിൽ അതങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇടതുപക്ഷത്തെ കിട്ടില്ല. ചില കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പച്ചനുണകളും വസ്തുതാവിരുദ്ധതയും പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ നേടിയ വിജയത്തിൻ്റെ മുന്നിൽ തളർന്നോ ഇരിക്കുന്നവരല്ല സഖാക്കൾ. അവകാശ സമര പോരാട്ടങ്ങളുടെ മുന്നിൽ എരിയുന്ന തീപ്പന്തമായി മാറും അവർ. ഓർത്തോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.